ഹായ്, നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ്. അതായത് നമുക്ക് കറക്റ്റായിട്ട് നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്ക്വയേഴ്സ് റാപ്പിഡ് അല്ലേ. അങ്ങനെ വരാത്ത കണ്ടീഷൻ വരുമ്പോൾ, അത് ഈക്വൽ അല്ലാതെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ ഇവിടെ നോക്കിയേ, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഹാസ് 4 സബോർഡിനേറ്റ്സ് ആൻഡ് 4 ജോബ് ഈസ് ടു ബി പെർഫോംഡ്. അപ്പോൾ 4 സബോർഡിനേറ്റ് ഉണ്ട്, 4 ജോബ് പെർഫോം ചെയ്യണം. അപ്പോൾ എന്താണ്, ഓരോ സബോർഡിനേറ്റിനും ഓരോ ടാസ്ക് ആണ്. എസ്റ്റിമേറ്റ് ദ ടൈം ഈച്ച് മാൻ വുഡ് ടേക്ക് ടു പെർഫോം ഇൻ ദ മെട്രിക്സ് ബിലോ. അപ്പോൾ എന്താണ്, ഓരോ സബോർഡിനേറ്റിനും ഒരു ജോബ് ചെയ്യാൻ എടുക്കുന്ന, അവരുടെ കറസ്പോണ്ടിങ് ജോബ് ചെയ്യാൻ എടുക്കുന്ന ടൈം എസ്റ്റിമേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്, നമുക്ക് മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം മെട്രിക്സ് നോക്കിയിട്ട് എന്താണ് നോക്കുക, ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ നോക്കുക. അതായത് നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ റോസും കോളത്തിനും ഈക്വൽ ആണോ, റോസും കോളംസും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ, അതിന് ഈക്വൽ ആണോ നോക്കുക. പക്ഷേ ഇവിടെ എന്താണ്, റോസും കോളംസും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് എന്താണ്, അപ്പോൾ അസൈൻമെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന 2 ഫേസ് ആണ്. ഒന്ന് എന്താണ്, റോ ആൻഡ് കോളം റിഡക്ഷൻ. നെക്സ്റ്റ് ഫേസ് എന്താണ്, നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഓപ്റ്റിമൈസേഷൻ ഓഫ് ദ പ്രോബ്ലം. ഇപ്പോൾ റോ ആൻഡ് കോളം റിഡക്ഷൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് കഴിഞ്ഞ എക്സാമ്പിളിൽ അറിയാം. റോയിൻ്റെ മിനിമം കണ്ടുപിടിക്കുക, എന്നിട്ട് ആ കറസ്പോണ്ടിങ് റോയിലെ എലമെൻസുമായിട്ട് സബ്ട്രാക്ട് ചെയ്ത് എന്താണ് വാല്യൂസ് എടുത്തെഴുതുക. അപ്പോൾ ഇതാണ് നമുക്ക് റോ റെഡ്യൂസ് ചെയ്ത് കിട്ടിയത്. മനസ്സിലായോ? അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണ്, അടുത്തിനി കോളം. ഇനി ഈ ടേബിളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ടേബിളിൽ നിന്നാണ് കോളം റിഡക്ഷൻ നടത്തേണ്ടത്. അപ്പോൾ കോളം, കറസ്പോണ്ടിങ് കോളത്തിൽ നിന്നും ഓരോ സ്മോളസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ വാല്യൂവിനെ കറസ്പോണ്ടിങ് കോളത്തിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ കറസ്പോണ്ടിങ് വാല്യൂസ്, കോളത്തിലെ വാല്യൂസിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്. കോളം റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടേബിൾ ഇതാണ്. നെക്സ്റ്റ് എന്താണ്, ഓപ്റ്റിമൈസേഷൻ. ഓപ്റ്റിമൈസേഷനിൽ എന്താണ് ചെയ്യുന്നത്, ഓപ്റ്റിമൈസേഷൻ ഇത് ഒപ്റ്റിമൈസ്ഡ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും. എന്നിട്ട് എന്ത് ചെക്ക് ചെയ്യും, നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്ക്വയേഴ്സ് മാർക്ക്ഡ്. സ്ക്വയർ മാർക്ക് ചെയ്യുന്ന സ്ക്വയറിന് ഈക്വൽ ആണോ ചെക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇതാണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ റോ സ്കാനിങ് എന്താണ്, ഓരോ റോയും സ്കാൻ ചെയ്യുക. ഓരോ റോയും സ്കാൻ ചെയ്തിട്ട് ആ റോയിൽ ഒരു 0 മാത്രമാണ് ഉള്ളതെങ്കിൽ ആ 0നെ റാപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ്, ആ 0 വരുന്ന കറസ്പോണ്ടിങ് കോളം എന്ത് ചെയ്യുക, ക്രോസ് ഔട്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 0 വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് റാപ്പ് ചെയ്തതിന് ശേഷം അത് ക്രോസ് ഔട്ട് ചെയ്യും. നെക്സ്റ്റ് രണ്ടാമത്തെ റോ നോക്കിയേ, രണ്ടാമത്തെ റോയിൽ 2 0 വരുന്നതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യും. ഇനി മൂന്നാമത്തെ റോ നോക്കിയേ, മൂന്നാമത്തെ റോയിൽ ഒരു 0 വരുന്നുള്ളൂ. കാരണം ഈ 0 എന്ത് സംഭവിച്ചു, ക്രോസ് ഔട്ട് ചെയ്തപ്പോൾ വെട്ടിപ്പോയി. അതുകൊണ്ട് ഇവിടെ ഒരു 0 വരുന്നതുള്ളതുകൊണ്ട് ഇതിനെ റാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ക്രോസ് ഔട്ട് ചെയ്യും. നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഒരു 0യും ഇല്ല, കാരണം ആൾറെഡി ഉള്ളൊരു 0 ക്രോസ് ഔട്ടായി പോയി. ഇനി നെക്സ്റ്റ് എന്താ, കോളം സ്കാനിങ്. അപ്പം നോക്കിയേ, കോളം സ്കാനിങ് ചെയ്യാനുള്ള കാരണം എന്താണ്, റോ സ്കാനിങ് ചെയ്തപ്പോൾ കുറേ 0s റാപ്പ് ചെയ്യാതെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോളം സ്കാനിങ് ചെയ്യുന്നത്. അപ്പോൾ കോളം സ്കാനിങ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, ഓരോ കോളമാണ് നമ്മൾ റോ സ്കാൻ ചെയ്തതുപോലെ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ കോളം, ഫസ്റ്റ് കോളം ചെക്ക് ചെയ്തു. ഈ കോളം നോക്കി, ഇതിൽ ഒരു 0 ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ആ 0 റാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ റാപ്പ് ചെയ്ത കറസ്പോണ്ടിങ്, ആ 0 വരുന്നത് കറസ്പോണ്ടിങ് ഏത് റോയാണോ ആ റോയിനെയാണ് വെട്ടുന്നത്. മനസ്സിലായി? നമ്മൾ റോ സ്കാനിങ് ചെയ്യുമ്പോൾ റോയിൽ ഉള്ള 0 റാപ്പ് ചെയ്തതിന് ശേഷം കോളമാണ് വെട്ടുന്നതെങ്കിൽ, കോളം സ്കാനിങ്ങിൽ എന്താണ്, കോളം ചെക്ക് ചെയ്ത് 0 റാപ്പ് ചെയ്തതിന് ശേഷം കറസ്പോണ്ടിങ് റോയാണ് വെട്ടുന്നത്, ക്രോസ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ റോ വെട്ടി. നെക്സ്റ്റ് ഏത് റോയാണ്, ഈ റോ നോക്കുമ്പോൾ എന്തെങ്കിലും 0 ഉണ്ടോ, ഇല്ല. അടുത്ത നെക്സ്റ്റ് ഈ 0, ഇവിടെ എന്തെങ്കിലും 0 ഉണ്ടോ, ഇല്ല. ഓൾറെഡി ഒരു 0 ഉണ്ടായിരുന്നു, ക്രോസ് ഔട്ടായി പോയി. ഇനി ഇവിടെയും 0 ഇല്ല. അപ്പോൾ നെക്സ്റ്റ് കോളം സ്കാനിങ് കംപ്ലീറ്റ് ചെയ്ത് ഇനി നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്ക്വയേഴ്സ് മാർക്ക്ഡ്. അപ്പോൾ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് മാർക്ക്ഡ് എത്രയാണ്, 3. അപ്പോൾ എത്രയാണ് നമ്പർ ഓഫ് റോസ് ഇവിടെ, 4. പക്ഷേ 4 ഈസ് നോട്ട് ഈക്വൽ ടു 3. സോ ഇതെന്തല്ല, ഒപ്റ്റിമൈസ്ഡ് അല്ല, ഫീസിബിൾ സൊല്യൂഷൻ അല്ല നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്നും നമ്മൾ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അൽഗോരിതം അനുസരിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ സ്മോളസ്റ്റ് എലമെൻറ്റ് ദാറ്റ് ഈസ് നോട്ട് കവേർഡ് വിത്ത് ലൈൻസ് ഓർ റെക്ടാങ്കുലർ ബോക്സ്. അപ്പോൾ ഏതാണ്, ഈ റെക്ടാങ്കുലർ ബോക്സോ അല്ലെങ്കിൽ ലൈൻസോ കവർ ചെയ്യാത്ത കുറേ നമ്പേഴ്സ് ഉണ്ട്, 7, 5, 23, 2, 9, 13. അതിൽ ഏതെങ്കിലും സ്മോളസ്റ്റ് എലമെൻറ്റ്, അതിലുള്ള സ്മോളസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ സ്മോളസ്റ്റ് എലമെൻറ്റ് ഏതാണ്, ഇതിൽ 2 ആണ് സ്മോളസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ അത് എടുക്കുക. ആ എലമെൻറ്റ് എടുത്തതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ, സബ്ട്രാക്ട് 2 ഫ്രം ഓൾ ദ അൺകവേർഡ് വാല്യൂസ് വിത്തൗട്ട് ലൈൻ ഓർ ബോക്സ്. നമുക്ക് ഈ അൺകവർ ചെയ്ത് കിടക്കുന്ന കുറേ വാല്യൂസ് ഉണ്ടല്ലോ,
അതായത് ലൈൻ കൊണ്ടോ ബോക്സ് കൊണ്ടോ എന്താണ് ക്രോസ് ഔട്ട് ചെയ്യാത്ത, ബോക്സ് കൊണ്ടോ റാപ്പ് ചെയ്യാത്ത കുറേ നമ്പേഴ്സ് കിടപ്പുണ്ട്. ആ നമ്പറിൽ നിന്നും ഈ 2നെ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മൾ 2നെ 7ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യും, 5ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യും, 23ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യും, 2ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യും, 9ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യും, 13ൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ആ വാല്യൂസാണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത് കണ്ടോ. ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, ഇനി കഴിഞ്ഞിട്ടില്ല, ഇനി 2 വെച്ചിട്ട് add 2 with the value lying in the intersection of 2 lines. ഈ 2നെ നമ്മൾ എന്താണ്, ഈ 2നെ നമ്മൾ ഈ ബോക്സിൽ, അതായത് കോളം സ്കാനിങ് കഴിഞ്ഞിട്ട് അതിൽ ഇൻ്റർസെക്ഷൻ 2 ലൈൻസ്, റോയും കോളത്തിലും കൂടെ നമ്മൾ 2 ലൈൻസ് വരച്ചില്ല. അപ്പോൾ അതിന് ഇൻ്റർസെക്ഷനിൽ കിടക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, 11ഉം 13. ഈ വാല്യൂസുമായിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഈ 2 എന്ന സ്മോളസ്റ്റ് വാല്യൂവിനെ ആഡ് ചെയ്യുക. 11ൽ നിന്ന് 2 ആഡ് ചെയ്താൽ എത്ര കിട്ടും, 13ഉം, 13ൽ നിന്ന് 2 ആഡ് ചെയ്താൽ 15ഉം കിട്ടും. അപ്പോൾ നോക്കിയേ, അതാണ് നമ്മൾ ഇത് എഴുതിയത്. അപ്പോൾ ബാക്കി വരുന്ന റെസ്റ്റ് ഓഫ് ദ ഓൾ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും, എടുത്ത് എഴുതുക. അപ്പോൾ 5, 3, 21, 0, 7, 11, 13, 15 എടുത്ത് എഴുതിയതിന് ശേഷം ബാക്കിയുള്ള നമ്മൾ അല്ലാതെ കിടക്കുന്നില്ലേ ആ നമ്പേഴ്സ് എന്ത് ചെയ്യുക, എടുത്ത് എഴുതുക. അപ്പോൾ അടുത്ത് എഴുതി, അതാണ് നമുക്ക് ഈ ബോക്സ് കിട്ടിയത്. ഓക്കെ, കോളം സ്കാനിങ്ങിലെ കോളം സ്കാനിങ് കഴിഞ്ഞ് ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം എടുത്ത് എഴുതി, എല്ലാം അപ്ഡേറ്റ് ചെയ്ത വാല്യൂസും എടുത്ത് എഴുതിയതിന് ശേഷം കിട്ടുന്ന ബോക്സാണ്, ടേബിളാണ് ഇത്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും, ഇത് എന്താണ്, ഇത് നമ്മൾ വീണ്ടും സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യും. ഏത് സ്റ്റെപ്പാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, phase 2 സ്റ്റെപ്പ്. phase 2ൽ എന്താണ് ചെയ്യുന്നത്, ആദ്യം റോ സ്കാനിങ്, കോളം സ്കാനിങ്, പിന്നെ എന്താണ്, നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്ക്വയേഴ്സ് മാർക്കഡ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്ക്വയേഴ്സ് മാർക്കഡ് എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിയാൽ റോ സ്കാനിങ് നടത്തുമ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു 0 ഉള്ളൂ. അപ്പോൾ ആ 0നെ റാപ്പ് ചെയ്തു. ആ 0നെ റാപ്പ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് കോളം ക്രോസ് ഔട്ട് ചെയ്തു. ഇനി ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ 0 ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ റോ സ്കാനിങ് കഴിഞ്ഞു. ഇനി ബാക്കി 0സും റാപ്പ് ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഏതിലോട്ട് പോകും, കോളം സ്കാനിങ്ങിൽ പോകും. കോളം സ്കാനിങ് നോക്കിയേ, ഇവിടെ ഈ കോളം സ്കാൻ ചെയ്യുമ്പോൾ ഒരു 0 ഉള്ളൂ. അപ്പോൾ ഇത് റാപ്പ് ചെയ്തതിന് ശേഷം കറസ്പോണ്ടിങ് റോ എന്ത് ചെയ്യും, ക്രോസ് ഔട്ട് ചെയ്യും. ഇനി നോക്കിയേ, ഈ അടുത്ത നെക്സ്റ്റ് കോളത്തിലും ഇവിടെയും ഒരു 0 ഉള്ളൂ. പക്ഷെ നോക്കിയേ, ഇവിടെ എന്തുണ്ട്, ഇവിടെ ഈ കോളത്തിൽ ഒരു 0 ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനെയും റാപ്പ് ചെയ്തതിന് ശേഷം ഈ റോയിനെ വെട്ടും. അത് നോക്കിയേ, ഇവിടെ വെട്ടി. അപ്പോൾ ഇനി എന്താ, ഈ കോളത്തിൽ എന്തെങ്കിലും ഉണ്ടോ, കാരണം വെട്ടിയപ്പോൾ 2 0യും പോയി. അപ്പോൾ ഈ കോളത്തിൽ ഒന്നുമില്ല, മനസ്സിലായോ. അപ്പോൾ ഇതാണ് കോളം സ്കാൻ. ഇനി നോക്കി എത്ര റാപ്പ് ചെയ്തിട്ടുണ്ട്, 0, 1, 2, 3. അത് ഏതിന് ഈക്വൽ ആണോ, നമ്പർ ഓഫ് റോസിനോ അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസിന് ഈക്വൽ ആണോ, അല്ല, ഈക്വൽ അല്ലാത്തത് കൊണ്ട് വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ നമ്പർ ഓഫ് റോസ് ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. സോ നമ്മൾ വീണ്ടും എന്താണ്, ഈ സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ലാത്തത് കൊണ്ട്, നമ്പർ ഓഫ് റോസ് ഈസ് നോട്ട് ഈക്വൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് മാർക്കഡ് ആയതുകൊണ്ട് നമ്മൾ സ്മാളസ്റ്റ് എലമെന്റ് വീണ്ടും കണ്ടുപിടിക്കും. അപ്പോൾ വീണ്ടും ഇതിൽ റാപ്പ് ചെയ്യാത്ത അല്ലെങ്കിൽ ക്രോസ് ഔട്ട് ചെയ്യാത്തതിൽ വാല്യൂസിൽ ഏതാണ് സ്മാളസ്റ്റ് എലമെന്റ്, 5, 11, 13, 7 to 11ൽ ഏതാണ് സ്മാളസ്റ്റ് എലമെന്റ്, 3 ആണ് സ്മാളസ്റ്റ് എലമെന്റ്. 3നെ സെലക്ട് ചെയ്യും. 3നെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ കറസ്പോണ്ടിങ് വാല്യൂ അൺകവേർഡ് ആയിട്ടുള്ള വാല്യൂസുമായിട്ട് മൈനസ് ചെയ്യും. 5 -3, 11 -3, 3 -3, 7 -3, 12 -3, 11 -3. പിന്നെ ഇനി ഇന്റർസെക്ഷനിൽ കിടക്കുന്ന ലൈൻസ് നമ്പേഴ്സ് ഏതൊക്കെയാണ്, 15ഉം 0യും. 15ഉം 0യുമായിട്ട് ഈ 3 എന്ന നമ്പർ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അല്ലേ, 15ഉം 0യാണ് 2 ലൈൻസിന് ഇന്റർസെക്ഷനിൽ കിടക്കുന്നത്. 15 + 3 എത്ര, 18, 0. 0 + 3 എന്നാണ് 3. അത് നോക്കിയേ, അപ്പോൾ അത് എഴുതിയതാണ് ഇത്. സബ്ട്രാക്ട് ചെയ്തു, പിന്നെ എന്താണ്, ആഡ് ചെയ്തു ഇന്റർസെക്ഷനിൽ കിടക്കുന്ന 2 വാല്യൂസ് ആയിട്ട്. എന്നിട്ട് ബാക്കിയുള്ള ഇതിലുള്ള എലമെന്റ്സ്, ഇതിലുള്ള ഈ കോളം സ്കാനിങ്ങിലുള്ള എലമെന്റ്സ് ആണ് ബാക്കി ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്, 0, 13, 0, 21, 0, 0, 0, 0. ഈ 0 ബാക്കി എടുത്ത് എഴുതും. അതാണ് ഇത്. ഇനി ഇതെന്ത് ചെയ്യും, വീണ്ടും നമ്മൾ ഏത് സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യും, ഒപ്റ്റിമൈസേഷൻ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യും. ഡു റോ ആൻഡ് കോളം സ്കാനിങ്. അപ്പോൾ എന്താണ്, ആദ്യത്തേൽ എത്ര 0, 2 0 ഉള്ളതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യും. രണ്ടാമത്തേൽ 2 0 ഉള്ളതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യും. മൂന്നാമത്തേൽ 2 0 ഉള്ളതുകൊണ്ട് സ്കിപ്പ് ചെയ്യും. നാലാമത്തേൽ ഒരു 0 ഉള്ളൂ. നമ്മൾ അവിടെ എന്ത് ചെയ്യും, റാപ്പ് ചെയ്യും. ആ 0 റാപ്പ് ചെയ്തതിന് ശേഷം കറസ്പോണ്ടിങ് കോളം ക്രോസ് ഔട്ട് ചെയ്യും. ഇനി 0 റാപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, കോളം സ്കാനിങ്. ഇതെന്താണ്, കോളം സ്കാനിങ് ആണ്. അപ്പോൾ ആദ്യം കോളം എന്ത് ചെയ്യും, സ്കാൻ ചെയ്യും. 2, 0, 21, 4 അല്ലേ, 2, 0, 21, 4 ഒരു 0 ഉള്ളൂ. അത് റാപ്പ് ചെയ്തതിന് ശേഷം ആ റോ എന്ത് ചെയ്യും, ക്രോസ് ഔട്ട് ചെയ്യും. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ 0. അപ്പോൾ ഈ 0 റാപ്പ് ചെയ്തതിന് ശേഷം ആ റോ എന്താണ്, കറസ്പോണ്ടിങ് റോ ക്രോസ് ഔട്ട് ചെയ്യും. നെക്സ്റ്റ് എന്താണ്, ഇവിടെ എത്ര 0 ഉണ്ട്, ഇവിടെ നോക്കിയേ, ഇത് 2 റോയും 0 ഇതായിപ്പോയി. പക്ഷേ ഇവിടെ ഒരാളേ ഉള്ളൂ അല്ലേ. ഈ 2 0, ഇവിടെ 3 0 ഉണ്ട്. പക്ഷേ 2 0 ഓൾറെഡി ക്രോസ് ഔട്ട് ആയിപ്പോയി. പക്ഷെ അപ്പോൾ ഇനി എത്ര 0 ഉള്ളൂ, ഒരു 0 ഉള്ളതുകൊണ്ട് അത് റാപ്പ് ചെയ്തതിന് ശേഷം കറസ്പോണ്ടിങ്
കറസ്പോണ്ടിങ് കോളം അല്ല റോ എന്ത് ചെയ്യും, ക്രോസ് ഔട്ട് ചെയ്യും. അപ്പോൾ നോക്കി ഇവിടെ എത്ര നമ്പർ ഓഫ് റാപ്പിഡ് സീറോ എത്രയാണ്, 1 2 3 4 4 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ്. അപ്പോൾ എന്താണ് ഹിയർ ദ എബോവ് ടേബിൾ നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്ക്വയേഴ്സ് മാർക്ക്ഡ്. സോ ദ സൊല്യൂഷൻ ഈസ് ഫീസിബിൾ. അപ്പോൾ ഫീസിബിൾ അപ്പോൾ നോക്കി എവിടെയൊക്കെയാണ് മാർക്ക് ചെയ്ത്, എക്ക് കറസ്പോണ്ടിങ് സീറോ റാപ്പ് ചെയ്ത് എവിടെയാണ്, ജിയുടെ കോളത്തിലാണ്, ജിയുടെ കോളത്തിൽ. നെക്സ്റ്റ് ബിക്കോ ഇയുടെ കോളത്തിൽ, സിക്കോ എഫിൻ്റെ കോളത്തിൽ, ഡിക്കോ എച്ചിൻ്റെ കോളത്തിൽ. അപ്പോൾ ഇനി നമുക്ക് തന്ന ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ എടുത്തെഴുതണം. എടുത്തെഴുതിയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് എക്ക് ജിയിലല്ലേ, അപ്പോൾ ആ പോസ്റ്റ് എന്ത് ചെയ്യുക, ആ ടൈം എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് ബിക്ക് എവിടെയാണ്, ഇയുടെ അവിടെ 13 മാർക്ക് ചെയ്യണം, 13 ആണ് വരുന്നത്. സിയുടെ അവിടെ എന്താണ് 19, ഡിയുടെ അവിടെ എന്താണ് 10. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, നമ്മൾ ടേബിൾ ക്വസ്റ്റ്യൻ തന്ന ഒറിജിനൽ പ്രോബ്ലം ആണ്, നമ്മുടെ ഫസ്റ്റ് തന്ന പ്രോബ്ലം മെട്രിക്സ് ടേബിളാണ് ഇത്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ജോബ് ഓപ്പറേറ്റർ എഴുതുക, എക്ക് ജി, ബിക്ക് ഇ, സിക്ക് എഫ്, ഡിക്ക് എച്ച്, അതിൻ്റെ കറസ്പോണ്ടിങ് ടൈം എഴുതുക. അപ്പോൾ ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടി സം ചെയ്ത് കിട്ടുന്ന ടൈമാണ് എന്ത്, ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം, ദാറ്റ് ഈസ് 59 hours. അപ്പോൾ ഓരോ ഓപ്പറേറ്റർ നമ്മുടെ ടാസ്ക് എന്തായിരുന്നു, ഓരോ വർക്കേഴ്സിനും ഉള്ള ടൈമാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ടൈം എസ്റ്റിമേറ്റ് ചെയ്തു, മാത്രമല്ല എന്താണ് ടോട്ടൽ പ്രോസസ്സിംഗ് ടൈമും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇതാണ് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ രണ്ടാമത്തെ എക്സാമ്പിൾ.